ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. അപ്പോ ശുഭദാമ്പത്യം എന്ന ഒരു പരിശീലന പരിപാടി നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ശുഭദാമ്പത്യം എന്ന് പറയുമ്പോൾ ദാമ്പത്യം ശുഭമായിരിക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ പരിശീലനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവതരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാതെ ഉപരിപ്ലവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നി. അതിന്റെ കാരണം നമ്മൾ ഒളിമ്പസിലൂടെ പറയുന്ന പല വിഷയങ്ങളും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയാണെന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പോ അതിന്റെ വെളിച്ചത്തില് കുറച്ച് ലളിതമായിട്ട് ഇത് അവതരിപ്പിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു വസ്തുത വന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു അവതരണത്തിലേക്ക് തിരിഞ്ഞത്. നമ്മുടെ കുടുംബത്തില്, പരമ്പരാഗതമായിട്ടുള്ള കുടുംബത്തില്, പരമ്പരാഗതം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു 100-150 വർഷത്തെ ഒരു പാരമ്പര്യമാണ്. അതിനുമപ്പുറത്ത് എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതോ അറിവാണ്. നമുക്ക് അവയെ കുറിച്ച് വലിയ ധാരണയില്ല. എന്താണെങ്കിലും മരുമക്കത്തായവും മക്കത്തായവും ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. അപ്പോ ആ പാരമ്പര്യത്തില് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അടിമത്തമാണ്. അടിമത്തം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷന് കീഴെ ആയിരിക്കുന്ന ഒരവസ്ഥ, അതാണ് മക്കത്തായം എന്ന് പറയുന്ന ഒരവസ്ഥ. മക്കത്തായം, പുരുഷൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, എല്ലാത്തിന്റെയും അധിപനായിരിക്കുന്നു, പുരുഷൻ തീരുമാനങ്ങൾ എടുക്കുന്നു, സ്ത്രീ അവന്റെ അടുക്കളയിൽ കിടന്ന്, കിടപ്പറയിൽ കിടന്ന് അവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക മാത്രം ചെയ്യുന്നു, അവൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന രീതിയിലേക്ക് ഉള്ള ഒരു കാഴ്ച. മരുമക്കത്തായം ഉണ്ടായിരുന്ന സ്ഥലങ്ങളില് സ്ത്രീയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണ് പുരുഷൻ എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു എന്നൊരു വ്യാഖ്യാനമുണ്ട്. അവിടെയും അമ്മാവൻ തലപ്പത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയും പുരുഷ മേധാവിത്വം എന്നുള്ളത് നന്നായി നടപ്പിലായിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. നാട്ടമ്മമാരുടെയും അമ്മ ദൈവങ്ങളുടെയും ഒക്കെ നാടായിരുന്നു നമ്മുടെ സ്ഥലം. സ്ത്രീകളുടെ മേധാവിത്വത്തിൽ തന്നെ ആയിരുന്നു പിന്നീടത് പുരുഷന്റെ ആധിപത്യത്തിൽ ആയിത്തീർന്നതാണ് എന്ന ഒരു ആഖ്യാനവും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ചരിത്ര പുസ്തകങ്ങളെല്ലാം ആരെങ്കിലും എഴുതി കൂട്ടിയതാണല്ലോ. പഠനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ പോലും ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോ ആധിപത്യമുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണ്. ഒരു ആധിപത്യത്തിന്റെ കീഴിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. ആധിപത്യമുള്ളതേ ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. നല്ല തറവാട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, നല്ല തറവാട്ടിലെ കാരണവന്മാര് തറവാടിനെ നയിച്ചു കൊണ്ടുപോകുന്നത് ആധിപത്യം ഉപയോഗിച്ചുകൊണ്ടാണ്. നല്ല കാരണവന്മാർ പോലും ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ആധിപത്യം ഉപയോഗിച്ചുകൊണ്ടാണ്. അധിപതി ആയാൽ മാത്രമേ ഇത് നടന്നു പോവുകയുള്ളൂ എന്നൊരു വസ്തുത കൂടെയുണ്ട്. സോഷ്യലിസം പറയുന്നവർക്കും കമ്മ്യൂണിസം പറയുന്നവർക്കും ജനാധിപത്യം പറയുന്നവർക്കും ഈ സംഭവത്തിന്റെ വസ്തുത മനസ്സിലാവില്ല. നമ്മളെല്ലാം ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും മലയാളി എന്ന് പറയുന്നത് മത, ജാതി, വർഗ ഭേദമന്യേ യുക്തിവാദികളും സോഷ്യലിസ്റ്റുകളുമാണ്. നമുക്ക് വിശ്വാസം എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസം എങ്ങനെ പോയാലും നമ്മളെ യുക്തി കൊണ്ടാണ് കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ സോഷ്യലിസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ ആധിപത്യ ഒരു സംവിധാനത്തെ, അതിന്റെ ഗുണത്തെ, അതിന്റെ ആവശ്യകതയെ, എന്താ പറയാ, അതിന്റെ സാധുതയെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോ അങ്ങനെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ കുടുംബത്തെ കാണുമ്പോൾ ഈ കുടുംബത്തിലെ ഒരു പുരുഷൻ അധിപതിയായി നിന്നുകൊണ്ട് സ്ത്രീയും പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ കീഴാളന്മാരായി ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ പുരുഷൻ അധിപതി ആയി സ്ത്രീ ജോലിക്കാരിയുമായി നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരണമെന്നുള്ള ആഹ്വാനങ്ങൾ കേരളത്തിലെമ്പാടും മുഴങ്ങിയത്. അങ്ങനെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ അരങ്ങ് തകർക്കുന്ന പുരുഷനൊപ്പം വേഷം കെട്ടി നിൽക്കാൻ
സ്ത്രീയും തയ്യാറായ ഒരവസ്ഥ അവിടെ ഉണ്ടായി. അങ്ങനെ ഫെമിനിസം ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും അതിൽ തർക്കങ്ങളുണ്ട്, അതിൽ മറ്റേ ഉപാഖ്യാനങ്ങളുണ്ട്, പല വഴിക്കുള്ള ചിന്തകളുണ്ട്, ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും ഈ സ്ത്രീയും പുരുഷനും സമമാകണം, സമമായിരിക്കണം, സമമാണെന്ന് വെളിയിൽ സംസാരിക്കുമ്പോഴും അവനവന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സമമല്ല എന്നൊരവസ്ഥ കാണിച്ചിട്ട് സമത്വത്തിലെ ആയി തന്നെ ഇത് മുൻപോട്ട് പോകാവൂ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനവും പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അപ്പോ സ്ത്രീ മേധാവിത്വം എന്നുള്ള അവസ്ഥ അമ്മ ദൈവങ്ങളുടെയും തറവാട്ടമ്മമാരുടെയും ആ കാലം കഴിഞ്ഞ് പുരുഷ മേധാവിത്വത്തിന്റെ ഒരു കാലം വന്ന് മക്കത്തായത്തിന്റെ ഒരവസ്ഥ വന്ന് അതിനുശേഷം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഭരണഘടനയും നിയമവും ഒക്കെ തന്നെ സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യത്തെ ഒരുപാട് ഉയർത്തുമ്പോ അത് സ്ത്രീ പുരുഷ സമത്വമാണെന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. ഈ സമത്വം എന്നുള്ള ഒരു അവസ്ഥയെ ശരിക്കും നമ്മൾ മനസ്സിലാകാത്തത് കൊണ്ടുള്ള കുഴപ്പമുണ്ട് അവിടെ. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു ഹൈറാർക്കി എന്ന് പറയുന്നത് ഈ ഒരു അധിപന്റെ കീഴിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ നമ്മൾ അടിമത്തം എന്ന് വിളിച്ചു. സമമായി കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളൊരവസ്ഥയെ നമ്മൾ സമത്വം എന്ന് വിളിച്ചു. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറെ വാക്കുകൾ, ഞാൻ തെറ്റിദ്ധാരണ എന്താണെന്ന് പിന്നീട് പറയാം, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ സ്ത്രീ അധിപനാണ്, പുരുഷൻ അധിപനാണ്, സ്ത്രീയും പുരുഷനും സമമാണ്. ഈ 3 കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണെന്ന് നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സുസ്ഥിര ജീവന സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇനി ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ജീവിതക്രമത്തില് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു ജീവിത പദ്ധതി വേണ്ടത്, അവിടെയുള്ള ഒരു ചിന്താ പദ്ധതിയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ ബേസിക്കലി നമുക്കിടയിൽ നിൽക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് തിരുത്താൻ കഴിയും. അപ്പോ ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കല്യാണം കഴിക്കുന്നത്, അല്ലെ, കല്യാണം എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ് സ്ത്രീയും പുരുഷനും ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെ. കല്യാണം കഴിക്കുന്നത് 2 വ്യക്തികളാണ് എന്നുള്ളതാണ്. 2 വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് കല്യാണം കഴിച്ച് അവർ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുന്നു. ഏതൊരു സംവിധാനം ഉണ്ടാകുമ്പോഴും അതിനൊരു മെക്കാനിക്കൽ പ്രോസസ് ഉണ്ടാവും, അത് അങ്ങനെ ആയിത്തീരാനൊരു മെക്കാനിക്കൽ പ്രോസസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നു എന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ ശരിക്കും തുടങ്ങുന്നുണ്ട് നമ്മുടെ പ്രശ്നം. ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാമിലി എന്ന് പറയുന്നത് എല്ലാ ജീവിവർഗങ്ങളിലും കാണുന്ന ഒന്നാണ്. ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു ജീവിവർഗത്തിന്റെ ഒരു പ്രത്യേക ധർമ്മത്തെ നിർവഹിക്കാൻ ഉള്ള ഒരു കോശമാണ്. കോശം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ധർമ്മങ്ങളുണ്ടല്ലോ. ശരീരത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ടാണ് അതില് കലകളുള്ളത്. കലകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങളുണ്ട്. ഒരു പ്രത്യേക കല എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം, ഇപ്പൊ എന്റെ കയ്യിലെ മസിൽ എന്ന് പറയുന്നത് കയ്യെ ചലിപ്പിക്കാനുള്ളതാണ്. എന്റെ ലിവർ എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ കല എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ശുചീകരണത്തിന് അല്ലെങ്കിൽ വേണ്ടതും വേണ്ടാത്തതും വേർതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോ കല എന്ന് പറയുന്ന കല മൊത്തത്തിൽ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ നടപ്പിലാക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അതിന്റെ കോശം എന്ന് പറയുന്നത്. അപ്പോ കല എന്ന് പറയുന്നത് ശരീരത്തിന്റെ ധർമ്മം നിർവഹിക്കാനാണ്. ആ ധർമ്മം നിർവഹിക്കാനുള്ള ഒരു ഘടകമാണ് ഈ കോശം എന്ന് പറയുന്നത്. ഇതുപോലെ സമൂഹം എന്ന് പറയുന്ന ഈ ഒരു അവയവം ഭൂമിയാകുന്ന ശരീരത്തിന്റെ അല്ലെങ്കിൽ മാനവരാശിയാകുന്ന സമൂഹത്തിന്റെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യകുലം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മനുഷ്യകുലത്തിന്റെ പ്രാദേശിക ഗോത്രം എന്നൊക്കെ നമുക്ക് എടുക്കാം. ആ മനുഷ്യകുലത്തിലെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള, മനുഷ്യകുലം തന്നെ ഇവിടെ പ്രകൃതിയിൽ എന്തോ ധർമ്മം നിർവഹിക്കാനാണ്. ആ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഒരു
കലയാണ് ഒരു അവയവം എന്ന് പറയുന്നത്. അല്ല, അവയവമല്ല, ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം എന്നുള്ളതിന് ഇവിടെ എന്തോ ചെയ്യാനുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് ഇതിനെ കണക്കാക്കുന്നത്? രണ്ട് വ്യക്തികൾ ചേർന്നിട്ട് ഒരു കുടുംബം ഉണ്ടായി. രണ്ട് വ്യക്തികൾ ആദ്യം ഉണ്ടായി, വ്യക്തികൾ ചേർന്ന് ഒരു കുടുംബം ഉണ്ടായി. കുടുംബം നിലനിർത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള കോൺസെപ്റ്റ്. പ്രകൃതി ഇതിനെ കാണുന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു ആവശ്യം നിർവഹിക്കേണ്ടതുണ്ട്. ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി കുറെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് അവിടെ ഒരു പ്രവർത്തിക്കാൻ ഒരു ടൂൾ ആവശ്യമാണ്, ഒരു അവയവം ആവശ്യമാണ്. ഈ അവയവത്തെ നിലനിർത്തണമെങ്കിൽ ചില ഘടകങ്ങൾ ആവശ്യമാണ്. ഘടകങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് അവയവം ഉണ്ടായി. അതെങ്ങനെ പ്രവർത്തിച്ചു പോരുന്നു? ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് എന്ന് പറയും, അല്ല ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് എന്ന് പറയും. നേരെ തിരിച്ചാണ്. നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വിന്യസിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതി ഇതിനെ ഗണിക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി, ഇനി നടക്കാൻ പോകുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഇതുണ്ടാകുന്നു. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലോ വായ ഉണ്ടായത്. ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്രോസസ് പിന്നീട് വരുന്നത്. അതിനു വേണ്ടി വായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഭക്ഷണം എടുത്ത് വായിലിടാൻ വേണ്ടി കൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നതുപോലെ ഇനി വരാനിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ അവയവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കല എന്ന് പറയുന്നത്. ഭൂമിയാകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് മനുഷ്യകുലം ഉണ്ടായപ്പോൾ മനുഷ്യകുലത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് അതിലുണ്ടാകുന്ന ഒന്നാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പോ ഫാമിലി എന്ന് പറയുന്ന സംവിധാനം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാകുന്ന, രണ്ട് വ്യക്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്നതിന് പകരം പ്രകൃതിയിലെ, സമൂഹത്തിലെ മാനവകുലത്തിന്റെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരുക്കമാണ് എന്ന രീതിയിൽ ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ഫാമിലി എന്നുള്ളതിന്റെ മൂല്യം മനസ്സിലാക്കുക. എന്റെ സൗകര്യത്തിന് വേണ്ടി, എനിക്ക് കഞ്ഞി വെച്ച് തരാൻ വേണ്ടിയിട്ട്, എന്റെ മക്കളെ പ്രസവിക്കാൻ വേണ്ടി, എന്റെ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ വീടൊരുക്കാൻ വേണ്ടിയിട്ട്, എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇണയുണ്ടാകണം. ആ ഇണ എന്റെ സമ്പാദ്യം പോരാത്തതുകൊണ്ട് അവളും പണിയെടുത്ത് പണം കൊണ്ടുവരണം. അവൾ അവളുടെ പണിക്ക് അവളുടെ വഴിക്ക് പോകും. അവൾ അവളുടെ സൗഹൃദങ്ങളിലൂടെ പോകും, അവളുടെ മൊബൈലിലൂടെ പോകും, അവളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ പോകും. അത് വേറൊരു ലോകം. പക്ഷെ അവളുടെ ടോട്ടൽ ഔട്ട്പുട്ട് എനിക്ക് വേണം എന്ന് പറയുന്ന പുരുഷാധിപത്യത്തിന്റെ ഒരു ചിന്തയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പുരുഷന്റെ കാഴ്ച. സ്ത്രീ ആണെങ്കിലോ ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന മറ്റൊരു സൈഡായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് മറ്റൊരു സൈഡായിട്ട് നിൽക്കാൻ പറ്റുന്നത്? ഇത് പരസ്പര പൂരകങ്ങളാകാൻ പാകത്തിലാണ് പ്രകൃതിയുടെ രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ത്രീക്ക് അങ്ങനെ നിൽക്കാനും പറ്റുന്നത്. നമ്മൾ അതിലേക്ക് പിന്നീട് പോവാം. അപ്പോ പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തട്ടകം, ആ ഒരു കോശം എന്നുള്ളതിനെ നമ്മൾ ഒളിമ്പസിന്റെ ഭാഷയിൽ ഫാമിലി ഡൊമൈൻ എന്നാണ് പറയുക. സോഷ്യൽ റീപ്രൊഡക്ടിവിറ്റിയുള്ള, സിസ്റ്റം റീപ്രൊഡക്ടിവിറ്റിയുള്ള, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയുള്ള, സിസ്റ്റത്തിന്റെ ക്രിയേഷന് ഭാഗമായിരിക്കുന്ന ഒന്നാണ് ഫാമിലി. ഒരു ജീവിത വ്യവസ്ഥയെ, ഒരു പ്രദേശത്തിന്റെ വ്യവസ്ഥയെ, ഒരു കുലത്തിന്റെ വ്യവസ്ഥയെ നടപ്പിലാക്കാനുള്ള ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള, കുറച്ച് ലൈംഗിക സുഖം കിട്ടാൻ വേണ്ടിയുള്ള, പിന്നെ ആവശ്യങ്ങൾ കുറച്ചെണ്ണം നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വേലിക്കെട്ടല്ല ഫാമിലി എന്ന് പറയുന്നത്. അതിനൊരു ധർമ്മമുണ്ട്. അത് സാമൂഹ്യമായിട്ടുള്ള, പ്രാകൃതികമായിട്ടുള്ള, പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ധർമ്മമാണ്. ആ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ഫാമിലി എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളും നമ്മുടെ മതിലുകളും നമ്മുടെ കാഴ്ചകളും കണ്ണാടികളും മാറ്റിവെച്ചിട്ട് കാട്ടിലേക്കും മറ്റ് ജീവജാലങ്ങളുടെ ജീവിതത്തിലേക്കും നോക്കിയാൽ മതി. ഒരു കാലഘട്ടത്തിൽ ഒരു ധർമ്മം നിർവഹിക്കാനായിട്ട് അവിടെ ഒരു ഫാമിലി ഉണ്ടാവും. ചില ജീവിവർഗങ്ങൾ അവരുടെ ജീവിതകാലത്തേക്ക് ഒരു പ്രത്യേക ഫാമിലി ഫോർമേഷൻ നടത്തിയിട്ട് ആ ഫാമിലി ഫോർമേഷൻ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകും. വേറെ ജീവിവർഗങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് അത് നിലനിർത്തും. വീണ്ടും അത് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതേ വ്യക്തികൾ വേറെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാകും. പക്ഷെ അവയെ ശരിയാം വിധം വീക്ഷിക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരു ഗോത്ര സംവിധാനത്തെ, ഈ ജീവിവർഗം ഭാഗമായിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ ജീവികൾ ഭാഗമായിരിക്കുന്ന ഒരു ഗോത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫാമിലിയെ നിലനിർത്തിക്കൊണ്ടുപോകുക. മനുഷ്യന്റെ കാര്യത്തിൽ അവന്റെ പ്രദേശത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, നമ്മളിവിടെ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിലനുസരിച്ചാണ് ദേശങ്ങളുണ്ട്, മഹലുകളുണ്ട്, മറ്റേ എന്താ പറയാ, പള്ളികളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വട്ടത്തിൽ മതങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അത് സാമൂഹ്യ വ്യവസ്ഥ മുൻപോട്ട് കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചെന്ന് മാത്രം. എന്താണെങ്കിലും
ഇങ്ങനെയുള്ള ഒരു ഗോത്രത്തിന്റെ ഭാഗമായിട്ട് ഇത് മുമ്പോട്ട് പോകുന്നു. നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതും ഇല്ലാതെയാകുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഫാമിലി എന്നുള്ള അവസ്ഥ മാത്രമായിട്ട് പോകുന്നു. അവിടെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നു. രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ ചില ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അമ്മയുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓണായി, വീണ്ടും ഓഫായി. സന്തോഷം. ഓക്കെ. അപ്പോ നമ്മൾ നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംവിധാനമായിട്ട് ഫാമിലി മാറും. അവിടെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട്, രണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ മക്കൾ എന്നുള്ളതൊക്കെ സൗകര്യം അനുസരിച്ചാണ് ചെയ്യുന്നത് ആധുനിക കാലത്ത്. യഥാർത്ഥത്തിൽ ഈ ഫാമിലി എന്നുള്ള, വിവാഹം എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ വന്നത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ധർമ്മം നിർവഹിക്കാനുള്ള ഫാമിലി ഡൊമൈൻ എന്നുള്ള പേരിലൊന്നുമല്ല. അതിവിടെ വന്നിട്ടുള്ളത് സ്വത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ലൈംഗികതയ്ക്കും അവിടെ സ്ഥാനമില്ല, ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഇവിടെ സ്ഥാനമില്ല. സ്വത്ത്, ഒരു വ്യക്തിയുടെ സ്വത്ത്, ആ സ്വത്ത് തന്റെ കൈവശത്ത് നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അന്യം വന്നു പോകാതിരിക്കാൻ, തന്റെ പിന്തുടർച്ചക്കാർക്ക് മാത്രം കൊടുക്കുവാൻ വേണ്ടി തന്റെ ഇണ അവളുടെ ചാരിത്രം സംരക്ഷിച്ചുകൊണ്ട് തന്റെ കൂടെ കഴിയുമ്പോൾ തനിക്ക് വിശ്വസ്തമാകുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അവരിലേക്ക് തന്റെ സ്വത്തിനെ പകർന്നു കൊടുക്കാമെന്നുള്ള കാഴ്ചയുടെ പുറത്താണ് ഫാമിലികൾ ഈ ഫാമിലി വിവാഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫാമിലി കോൺസെപ്റ്റുകൾ ഇന്ന് നിലനിന്ന് പോകുന്നത്. ഇന്നത്തെ ലീഗൽ മാരേജസ് എല്ലാം അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലി യഥാർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നതിൽ നിന്നും വിഭിന്നമായിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഒരു ധർമ്മത്തിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ആ ധർമ്മം എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാകണം. ഇവിടുത്തെ ഫാമിലികളുടെ ലക്ഷ്യം എന്താണ്? ആദ്യം വിവാഹം കഴിക്കുമ്പോൾ രണ്ടു വ്യക്തികളും തമ്മിൽ അന്യോന്യം അഭിമുഖമാകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർക്കിടയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തുടങ്ങുമ്പോൾ ഇവർ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അവരുടെ ആ പ്രശ്നങ്ങളെ, ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവരതിനെ നോക്കുന്നു. ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ഇവർ തൊഴിലുകൾക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോവുക എന്നുള്ള പരിപാടിയില്ല. ഇവർക്ക് ഒരുമിച്ചുള്ള ലക്ഷ്യങ്ങളില്ല. പണമുണ്ടാക്കുക, തൊഴിൽ ചെയ്യുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. കാരണം രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, ആധുനിക കാലമാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ഫെസിലിറ്റീസ് ഇഷ്ടം പോലെയാണ്. രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫാക്കൽറ്റിയെ യൂസ് ചെയ്യാൻ പാകത്തിലുള്ള രണ്ട് സംവിധാനങ്ങളെ ഇവർ അന്വേഷിക്കുന്നു. ആ സംവിധാനങ്ങളിലെ സാമ്പത്തിക സാഹചര്യങ്ങളെ വിനിയോഗിക്കാൻ, ചൂഷണം ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു. അത് ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിനിടയിൽ കുറച്ച് സമയം ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു. ആ സമയത്ത് ഈ വർക്കുകൾ ഉണ്ടല്ലോ, വർക്കുകൾ പഴയ കാലത്തെ പിന്തുടരുന്നവരാണെങ്കിൽ ഭർത്താവ് അവിടെ നോക്കിയിരിക്കും, ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനൊരു രീതിയിലേക്ക് പോകും. ഇപ്പോ സമത്വത്തെ അംഗീകരിക്കുന്ന ഫാമിലികളിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലികൾ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ആർക്കോ വേണ്ടി ജോലി ചെയ്ത് ആരിൽ നിന്നോ പണം വാങ്ങിച്ചിട്ട് എന്ന് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനാവും. ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ ഇടയ്ക്ക് അവരുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങളെ വളർത്തുക, താൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു വന്നു ഇതേ സിസ്റ്റത്തിലൂടെ അവരെ കടത്തി വിടുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ ഈ അടിമത്തം എന്നുള്ളത് ഒരു ഭാഗത്തുമുണ്ട്, സിമെട്രി അല്ല സമത്വം എന്നുള്ളത് മറ്റൊരു ഭാഗത്തുമുണ്ട്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ അതിന്റെ സംവിധാനം? ഒരു ഫാമിലി എന്ന് പറയുന്ന സമയത്ത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു ഫാമിലി എന്ന് പറയുന്നത് റീപ്രൊഡക്ടിവിറ്റിയുള്ള രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേരുന്നതാണ്. എന്തുകൊണ്ടാണ് രണ്ട് സത്തകൾ ഒരുമിച്ച് ചേരുന്നത്? നേരത്തെ ഏകലിംഗ ജീവികൾ ഉണ്ടാകുന്ന ഓംനിസെക്ഷൽ ആയിട്ടുള്ള ജീവികൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇതിന്റെ റീപ്രൊഡക്ഷൻ വല്ലാതെ കൂടിയപ്പോ അത് റെഗുലേറ്റ് ചെയ്യാൻ പ്രകൃതി കൊണ്ടുവന്ന സംവിധാനമാണ് ഈ ബൈസെക്ഷൽ എന്നുള്ള അവസ്ഥ. അപ്പൊ ഈ യൂണിസെക്ഷൽ എന്നുള്ള അവസ്ഥയിൽ നിന്നും ബൈസെക്ഷൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ റീപ്രൊഡക്ഷൻ എന്നുള്ളത് ഇണചേർന്നാൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു അവസ്ഥ വന്നത്. അതുകൊണ്ടാണ് ഇവ തമ്മിൽ ഉള്ള ഒരു ചേർച്ച ഉണ്ടായിട്ടുള്ളത്. അതേസമയം അതിന്റെ കൂടെ തന്നെ ഈ ഫാമിലിയുടെ ധർമ്മം, ഈ റീപ്രൊഡക്ഷൻ മാത്രമല്ല, ഈ ഫാമിലി എന്നുള്ളത് ഈ നമ്മൾ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ള സംവിധാനം, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവരായതുകൊണ്ട് നമ്മുടെ ആ കൂടുകൾക്കകത്ത് കൂടുകളായ ക്രമീകരണത്തെ കുറിച്ച് അറിയുന്നവരായതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അത് ബോധ്യമാവില്ല, എല്ലാവർക്കും ആ കാര്യങ്ങൾ കൃത്യമായിട്ടും ബോധ്യമാകില്ല.
അപ്പോ പുതിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോ എല്ലാവർക്കും എല്ലാ സത്തകൾക്കും എല്ലാ വ്യവസ്ഥകൾക്കും ഒരു ധർമ്മമുണ്ട്. ഈ ധർമ്മം നിർവഹിക്കാനായിട്ടാണ് അവ മുൻപോട്ട് പോകുന്നത് എന്നുള്ളപ്പോ ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് ചേരുന്ന ഘടകങ്ങളെല്ലാം പരസ്പരം ഭംഗിയായി സുന്ദരമായി ക്രമീകരിക്കാൻ പ്രകൃതിക്ക് കഴിയും. പ്രകൃതിയുടെ ജീവൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ഏതൊരു സംവിധാനത്തെയും പരസ്പര പൂരകങ്ങളാക്കി ചേർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്താണോ ഇവിടെ കൂടുതലുള്ളത് അത് ഇവിടെ കുറച്ചുകൊണ്ടാണ് ഇതിനോട് ചേർത്ത് വെക്കാൻ ഒരു സംവിധാനത്തെ ഉണ്ടാക്കുന്നത്. ഒരു കുടുംബത്തിൽ ഫിസിക്കലി എടുക്കുകയാണെങ്കിൽ ലിംഗയോനികളുടെ രൂപം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒന്ന് കൂടുതലും ഒന്ന് കുറവും. ഭക്ഷണവും വായും തമ്മിലുള്ള ബന്ധം, ഭക്ഷണത്തിന് പോകാനുള്ള ഇടത്ത് വായ്ക്കൊരു ഗ്യാപ്പാണ് ഉണ്ടാവുക. ഈ പരസ്പര പൂരകങ്ങളാകുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രകൃതി ഫാമിലി എന്നുള്ള ഈ ഡൊമൈനെ രൂപീകരിക്കുന്നത്. അതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ബൈബിളിൽ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ടല്ലോ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് നമ്മുടെ ക്രിയേഷൻ അല്ല, നമ്മളല്ല ഇതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിസൈനാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻ ആണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല, പ്രകൃതിക്ക് പ്രകൃതിയുടെ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നതിൽ ഇതിന് അപവാദങ്ങൾ ഇല്ല എന്നല്ല കേട്ടോ. ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിൽ മാരേജ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആധുനിക കാലത്ത് വന്നിട്ടുണ്ട്. അതിനെല്ലാം വേറൊരു കോണ്ടെക്സ്റ്റിൽ വേറൊരു കാഴ്ചയിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കാണാം. തൽക്കാലത്തേക്ക് ഞാനത് പ്രകൃതിയുടെ പൊതു നിയമങ്ങളെ കുറിച്ചാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പ്രകൃതിയുടെ സംവിധാനത്തെ കുറിച്ചാണ്. അവിടെ ഈ ഒരുമിച്ച് ചേരാൻ വിധിക്കപ്പെട്ടവർ, ഈ വിധി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പ്രകൃതിയുടെ വിധിയാണെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. ആ വിധിയിൽ ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ ഒരാൾ അറുപിശുക്കനാണെങ്കിൽ മറ്റേ ആൾ വല്ലാതെ ധാരാളിയായിരിക്കും. ഒരാൾ ഉയർന്ന കോപമുള്ളവരാണെങ്കിൽ മറ്റേയാൾ എന്ത് കോപം വന്നാലും റെഗുലേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള പിടുത്തമുള്ള ആളായിരിക്കും. ഒരാൾ അധികം ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മറ്റേയാൾ ജോലികൾ ചെയ്യാതെ അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിന് പണി കൊടുക്കാനോ ഉള്ള ആളായിരിക്കും. ഭാര്യയും ഭർത്താവും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത് പ്രണയകാലത്തുള്ള ഒരു സങ്കല്പം മാത്രമാണ്. പ്രണയകാലത്ത് നമ്മൾ എങ്ങനെയാ വിചാരിക്കാം, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു ഇണയെ എനിക്ക് കിട്ടണം. ഒരു പുരുഷന്റെ ധാരണ എങ്ങനെയായിരിക്കും? എന്നെ പോലെ ആലോചിക്കുന്ന, എന്നെ പോലെ കാവ്യാത്മകമായി ചിന്തിക്കുന്ന, എന്നെ പോലെ ലോകവീക്ഷണമുള്ള ഒരാളെ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഈ എന്നെ പോലെ ഇപ്പൊ ഞാനൊരു പുരുഷനാണ്, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് യുക്തമായിട്ട് മറ്റൊരാണിനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും. കാരണം എന്നെ പോലെ ചിന്തിക്കാൻ ഒരു പെണ്ണിന് കഴിയില്ല. പെണ്ണ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പുരുഷന് കഴിയില്ല. കാരണം രണ്ടുപേരുടെയും ജീവിത ധർമ്മങ്ങൾ, നമ്മൾ വ്യക്തി എന്നുള്ള രൂപത്തിൽ എടുക്കുമ്പോൾ രണ്ടുപേരുടെയും ജീവിത ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടുപേരുടെയും ശാരീരിക ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടുപേരുടെയും എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്ന രീതികൾ, അതിന്റെ ആ പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ ജനറൽ ഫിസിക്കിനെ കുറിച്ചല്ല. എൻഡോക്രൈൻ സിസ്റ്റം എന്തിനാണ് നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു. അത് വികാരങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. വികാരങ്ങൾ, സ്ത്രീയുടെ വികാരങ്ങളും പുരുഷന്റെ വികാരങ്ങളും രണ്ടു വിധത്തിലാണ് അവയുടെ പ്രവർത്തന സജ്ജീകരണം നടത്തിയിട്ടുള്ളത്. അപ്പോ ഈ വിധത്തിലെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ടുപേർ, എന്നാൽ ഇവ പരസ്പര പൂരകങ്ങളാകുന്നു. പരസ്പര പൂരകങ്ങളാകുന്നു വെച്ചാൽ രണ്ടും സമമാകുന്നു എന്നല്ല അർത്ഥം. രണ്ടും സമമാകുക എന്നുള്ളത് സാധ്യവുമല്ല. കാരണം സമത്വം എന്നുള്ളത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. സമത്വം എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിലില്ല. പ്രകൃതിയിലുള്ളത് സമമിതിയാണ്, ഒരുപോലെ ഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ. എന്റെ 5 വിരലുകൾ എന്റെ കയ്യിലുണ്ട്. ഈ 5 വിരലുകൾക്കും ഞാൻ തുല്യ പ്രാധാന്യം കൊടുത്ത് കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സമമിതി, സിമെട്രി എന്ന് പറയുന്നത്. ഒരുപോലെ ഗണിക്കപ്പെടേണ്ടവയാണ് 5. എന്നാൽ ഈ വിരൽ ചെയ്യുന്ന ധർമ്മമല്ല ഈ വിരൽ ചെയ്യുക. ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പൊതുധർമ്മമുണ്ട്. ഈ പൊതുധർമ്മത്തിൽ എത്താൻ വേണ്ടി ഈ ഓരോന്നിനും വെവ്വേറെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിസിയോളജിക്കലി ഈ സ്ത്രീക്കും പുരുഷനും 2 തരം ധർമ്മങ്ങളാണുള്ളത്. ഈ 2 തരം ധർമ്മങ്ങളെയും സമഭാഗത്തിലാക്കാനാണ് ആധുനിക കാലത്തെ വീക്ഷണങ്ങളുടെ ഒരു ശ്രമം. അതുണ്ടാക്കുന്ന അപാകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്ന് പറയുന്ന ഒരവസ്ഥ ശുഭകരമായ തുലനം ചെയ്ത ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിയാതെ ആകും എന്നുള്ളതാണ്. അപ്പോ പരസ്പര പൂരകങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. പരസ്പര പൂരകങ്ങളായിരിക്കുക എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഭർത്താവ് വല്ലാതെ ചെലവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭാര്യ തീരെ ചെലവ് ചെയ്യാത്ത. ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ 2 ധ്രുവങ്ങളായിരിക്കും 2 പേർക്കും ഉണ്ടാവുക. ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ലോ പോളാരിറ്റി അനുസരിച്ച് നമുക്ക് വല്ലാതെ ദുഃഖങ്ങൾ വരികയാണെങ്കിൽ വല്ലാതെ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രകൃതി നമ്മുടെ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുക. നമ്മുടെ സൈബർനെറ്റിക്സ് അത്തരത്തിലാണ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലോ ഓഫ് ജെൻഡർ അനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മസ്കുലിനിറ്റിയും നമ്മുടെ ഫെമിനിറ്റിയും ഉണ്ടാവും. ഞാൻ അതിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ കയറാം. ഞാൻ ഇപ്പൊ ഇത് പറയട്ടെ. അപ്പോ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ള അവസ്ഥ കൊണ്ട് കുടുംബം എന്നുള്ള വ്യവസ്ഥയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ അതിന്റെ നേരെ എതിർവശത്തുള്ള ഒരു സ്വഭാവം ഇണക്കി കൊടുത്തുകൊണ്ടായിരിക്കും ഇതിനെ റെഗുലേറ്റ് ചെയ്യുക. ഇണകൾ ഒരുമിച്ചുള്ളപ്പോഴത്തെ അവസ്ഥ, ഇണകൾ മാത്രമുള്ളപ്പോഴത്തെ അവസ്ഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. അവർക്ക് മക്കളുണ്ടായി കുടുംബം വികസിച്ച് വരുമ്പോ ഇതിനനുസരിച്ച് ബാക്കിയുള്ളവരിലും ആ തുലനം ചെയ്തുകൊണ്ട് മക്കളിലൂടെ ഇത് തുലനം ചെയ്തുകൊണ്ട് കുടുംബം ബാലൻസ് ചെയ്യും. ഈ ബാലൻസിനെ നമ്മൾ ആധുനിക കാലത്തെ വരുമാനം, ആധുനിക കാലത്തെ തൊഴിൽ, ആധുനിക കാലത്തെ ഗൃഹനിർമ്മാണം, ആധുനിക കാലത്തെ ഈ TV മൊബൈലിനും അഡിക്റ്റഡ് സംസ്കാരം, ഇതിനെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ ബാലൻസ് മൊത്തം അങ്ങ് തെറ്റിപ്പോകും. നമ്മൾ വേറൊരു വഴിക്ക് ജീവിച്ചു പോകും. അങ്ങനെയാണ് കുടുംബത്തിന്റെ സമാധാനം പോകുന്നത്. കുടുംബത്തിന്റെ സമാധാനം നിലനിൽക്കുന്നത് കുടുംബത്തിൽ എത്ര വ്യക്തികളുണ്ടോ അവരെല്ലാവരും ഈ 5 വിരലുകൾ പോലെ ഇവയെല്ലാം തമ്മിലുള്ള തുലനമായ പ്രവർത്തനം, ഏകീകൃതമായ പ്രവർത്തനം, ഹാർമോണിയസ് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് മുൻപോട്ട് പോകുക. ഇത് ഹാർമോണിയസ് ആകാതെ ഇത് തലപ്പത്തിരിക്കുന്നതും ബാക്കി വാലുകളായിട്ട് കണക്കാക്കിയാൽ തലയും വാലും 2 വഴിക്കായിട്ട് പോവുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ ശരീരത്തിൽ തലയും വാലും 2 വഴിക്ക് പോകുന്ന ഒരവസ്ഥയില്ല കേട്ടോ. തലയും വാലും കൂടെ ഒരുമിച്ചേ പോകുള്ളൂ. തല പോകുന്നതിന്റെ പുറകെ വാല് പോകും. നമ്മുടെ നാട്ടിലെങ്കിലല്ല, തലയുടെ വഴിക്ക് വാല് വാലിന്റെ വഴിക്ക്. അങ്ങനെയാകുമ്പോൾ രണ്ടുപേരും ഒരു വ്യവസ്ഥയുടെ, എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു ചതുര കൂടാരത്തിന്റെ അകത്ത്, ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ, കോൺക്രീറ്റ് ബോക്സിന്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മുടെ എന്താ പറയാ, നമ്മള് വണ്ടി വൈകിട്ട് ഷെഡിൽ കയറ്റിയിടുമല്ലോ, അതുപോലെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഷെഡിൽ കയറ്റിയിടാൻ വേണ്ടി നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ബോക്സിനകത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു എന്നുള്ളത് പോലെ ഒരു അഡ്രസ് ഉണ്ട്, ഒരു പൊതു അഡ്രസ് ഉണ്ട് എന്നുള്ളതിൽ കവിഞ്ഞു വരുന്നില്ല. അതേസമയം പരസ്പര പൂരകങ്ങളാകുമ്പോൾ എങ്ങനെയാണ്? ഈ വീടല്ല, ഇതൊരു കുടുംബമാണ്. കുടുംബം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ നിലനിർത്തേണ്ടുന്ന സംവിധാനത്തിന്, ആ വ്യവസ്ഥയെ ശുഭകരമായി കൊണ്ടുപോകേണ്ട സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം ഇതിലെ ഓരോരുത്തർക്കുമുണ്ട്. അതിൽ തലയെന്നോ വാലെന്നോ വ്യാഖ്യാനം ഇല്ല. ഡ്രൈവറും കണ്ടക്ടറും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ബസ് നേരെ പോവുക. ഡ്രൈവർ മാത്രമുള്ള ബസ്സുകളില്ലേ എന്നുള്ള ചോദ്യം വരാം. പക്ഷെ ഡ്രൈവറും കണ്ടക്ടറും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ബസ് കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് ഓർക്കാം. ഞാനിതിനെ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു കാര്യം. കുടുംബം എന്ന് പറയുന്നതിൽ ഹൈറാർക്കി എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ ഹൈറാർക്കി അല്ല ഉള്ളത്. എന്നാലോ സിമെട്രി ആണോ, സമത്വമാണോ? സമത്വവുമല്ല. രണ്ടുപേരും തുല്യമാകുന്ന ഒരു അവസ്ഥയല്ല, സിമെട്രി ആണ്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു അവസ്ഥയാണുള്ളത്. രണ്ടുപേരും തുല്യമല്ല. അവിടുത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ചെയ്യുന്നതിന്റെ തുടർച്ചയാകണം മറ്റൊരാൾ, ഒരാൾ ചെയ്തു വെക്കുന്നതിന്റെ പൂരകമാകണം മറ്റേയാൾ. പൂരകമാകുക എന്ന് വെച്ചാൽ ഒരാള്, ഇപ്പൊ ഞാൻ ബാങ്കിൽ പോയിട്ട് ഒരു ചെക്ക് എഴുതാനായിട്ട് ഞാൻ പേന എടുക്കും, പേന എന്റെ കയ്യിലില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരു അപരിചിതന്റെ നേരെ ഞാൻ കൈ നീട്ടിയാൽ ഉടനെ അപരിചിതൻ അയാളുടെ കയ്യിലുള്ള പേന എടുത്ത് കയ്യിൽ തരും. ഇതൊരു പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലാണ്. രസകരമായിട്ടുള്ള കാര്യം, ഇത് നമ്മുടെ വീടുകളിൽ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളത് കേട്ടോ. ബാങ്കിലും സ്റ്റോപ്പിലും നടക്കും, വീടുകളിൽ നടക്കില്ല. കാരണം വീടുകളിൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ കൊടുക്കില്ല. അല്ലെങ്കിൽ ഇത് കണ്ടാൽ പോലും ഒരാളൊരു കൈ നീട്ടിയാൽ പോലും ഇത് ഇന്നതിനാണെന്ന് മനസ്സിലായാൽ പോലും പ്രതികരിക്കില്ല. ഞാൻ അതിനോട് പ്രതികരിക്കില്ല എന്നുള്ള തീരുമാനം ഉള്ളിൽ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നടക്കാത്തത്. അപ്പോ ഒരാള് ആ പേനയ്ക്കായിട്ട് കൈ നീട്ടുമ്പോൾ മറ്റേ ആൾ പേന എടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം, ഈ പേന എടുക്കാനുള്ള ആ അയാളുടെ പ്രവണതയെ തുടർന്ന് കൊണ്ടുപോകാനുള്ള ഇംപ്രവൈസേഷൻ ആണ്. ഇംപ്രവൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് വികസിപ്പിച്ച് കൊണ്ടുപോകാനുള്ളത്. ഒരാള് നമ്മൾ ഇംപ്രവൈസേഷന്റെ പ്രാക്ടീസുകൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് അഭിനയിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുക. ഒരാളോട് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യൂ എന്ന് പറയും. അപ്പൊ ഒരാള് ബക്കറ്റിൽ വെള്ളം കോരുന്നതായിട്ട് ഇങ്ങനെ കോരുന്നതായിട്ട് കാണിക്കുമ്പോൾ അടുത്ത ആള് പോയിട്ട് ഇംപ്രവൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ആ വെള്ളം കോരി ഒഴിക്കാനുള്ള ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ആളാ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. ഒരാൾ ചെയ്യുന്നതിന്റെ തുടർച്ച അടുത്ത ആൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ തുടർച്ചയിലാണ് പോകുക. നമ്മളോട് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, പിന്നെ കഴിഞ്ഞ ആഴ്ചയല്ലേ സിനിമയ്ക്ക് പോയത്, ഇനി ഇപ്പോഴും പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇംപ്രവൈസേഷൻ എങ്ങനെയാ നടക്കുക? ഒരാൾ ചോദിക്കുകയാണ്, നമുക്കൊരു സിനിമയ്ക്ക് പോയാലും ചോദിച്ചു കഴിഞ്ഞാല് പോകാൻ തോന്നുന്നുണ്ടോ? നമുക്കെന്നാ പിന്നെ അങ്ങനെ ഒന്ന് ആലോചിക്കാം. സത്യത്തിൽ ഞാൻ ഇത്തിരി ടയേർഡാ,
പക്ഷെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പോവാം. അത് ഞാൻ പറഞ്ഞു നിർത്തി അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ആൾ ചെയ്യുകയാണെങ്കിൽ അത് തുടർന്നു പോകും. ഈ തുടർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞ സിമെട്രിയിൽ ഉണ്ടാവുക. ധർമ്മങ്ങളെ തടയുന്നല്ല, ഒരാൾ ചെയ്യുന്ന ധർമ്മത്തെ, അവിടെ വ്യക്തികളല്ല, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്, ഒരു ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു കുടുംബത്തിന്റെ ഘടകങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഒരു കുടുംബത്തിൽ ഇവരൊരു ഘടകം, അവരൊരു ഘടകം, ഒരു ഘടകം പോയാലും കുഴപ്പമില്ല, വേറൊരു ഘടകം വരുന്നു. അങ്ങനെയല്ല ഫാമിലി. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു പൊതു ശരീരത്തിന്റെ രണ്ട് മുഖങ്ങളായിട്ടാണ് രണ്ട് ദമ്പതികളെ കാണേണ്ടത്, ഈ രണ്ട് വ്യക്തികളെ കാണേണ്ടത്. ഇനി വ്യക്തികൾക്കുള്ള വ്യക്തി സ്വഭാവങ്ങൾ എന്നുള്ളത് വേറൊരു വശമാണ് കേട്ടോ, അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. നമുക്കെല്ലാം തന്നെ ഞാനൊരു പുരുഷനാണ് എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ കുറച്ചുകൂടെ താളാത്മകമായിട്ട് പോകുന്ന ഒരാളാണ്. താളാത്മകമായി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്പം താളം തെറ്റി ക്രമം അല്പം തെറ്റി പോകുന്ന ഒരു സ്ത്രീയെക്കാളും താളാത്മകമായിരിക്കും. എനിക്ക് സ്ത്രൈണത കൂടുതലായിരിക്കും. ഞാൻ യൗക്തികമായിട്ട് കൂടുതൽ പോകുന്ന സമയത്ത് എനിക്ക് പൗരുഷം കൂടുതലായിരിക്കും. അപ്പോ നമ്മുടെ ഈ നേച്ചർ താളവും യുക്തിയും തമ്മിലുള്ള, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ താളവും യുക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അനുസരിച്ച് ഈ സ്ത്രൈണ പൗരുഷങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും സ്ത്രൈണതയും പൗരുഷവും ഉണ്ടാവും. അത് മാത്രമല്ല, ഇവരുടെ മറ്റു നേച്ചറുകളുണ്ട്. ഇവരിലെ തത്വങ്ങൾ, ഈ പഞ്ചഭൂത തത്വങ്ങൾ എന്നൊക്കെ പറയും, ഭൂതതത്വങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇവരുടെ നേച്ചർ അനുസരിച്ച് ചിലർക്ക് ഭൂമി തത്വം കൂടുതലായിരിക്കും, ചിലർക്ക് ജലതത്വം കൂടുതലായിരിക്കും, ചിലർക്ക് അഗ്നിതത്വം കൂടുതലായിരിക്കും, ചിലർക്ക് വായുതത്വം കൂടുതലായിരിക്കും, ചിലർക്ക് ആകാശതത്വം കൂടുതലായിരിക്കും. ഈ തത്വങ്ങൾക്കനുസരിച്ച് ഇവരെ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും. ഇവരെങ്ങനെയാണോ ഇതിന്റെ എതിർപക്ഷത്തെ നിലയായിരിക്കും ഇണക്കി, ഇയാളെങ്ങനെയാണോ ഇതിന്റെ എതിർപക്ഷത്തെ നിലയായിരിക്കും ഇണക്കി. അപ്പോ ഇവര് രണ്ടുപേരും മാത്രമുള്ളപ്പോ ഇതിന്റെ രണ്ടിന്റെയും കാഠിന്യം, രണ്ടുപേരുടെയും ഗുണങ്ങളുടെ, രണ്ടുപേരുടെ സ്ത്രൈണതയോ പൗരുഷമോ ഇതിന്റെ ആ ഗാഠത കൂടുതലായിരിക്കും രണ്ടുപേർക്കും. അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുക. കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്തു. ഞാൻ പുരുഷൻ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അച്ഛൻ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അയാളുടെ സ്ത്രൈണത കുറച്ചുണരും. കേവലം ഒരു അച്ഛനായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് പകരം അയാളിലെ മാതൃത്വം പതുക്കെ ഉണരും. അയാളുടെ എന്ത് കണ്ടാലും അനങ്ങാത്ത, കുലുക്കാത്ത, ക്ഷുഭിതനായ ആ ഒരവസ്ഥയൊക്കെ മാറിയിട്ട് രണ്ടെണ്ണം കിട്ടിയാലും ഒന്നും പറയാത്ത, പെണ്ണും പിള്ള വല്ലതും പറഞ്ഞാലും ഒന്നും പ്രതികരിക്കാത്ത ഒരാളായിട്ട് മാറും. കാരണം ഇനി പെണ്ണും പിള്ള വല്ലതും പറഞ്ഞാലും കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം മക്കൾ നമ്മുടെ തലക്കേറി ഇരുന്നായിട്ടായിരിക്കും ഓരോന്നും ചെയ്യുക. അപ്പൊ അത് കേൾക്കേണ്ടി വരും, നമ്മളത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ പതുക്കെ പാകപ്പെടും, പക്വപ്പെടും. അപ്പൊ ഈ ഫാമിലിയുടെ മൊത്തം തത്വങ്ങൾ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ അച്ഛന് അമ്മയ്ക്ക് ഉണ്ടാകുന്ന പൗരുഷ സ്ത്രൈണതകൾ ഉണ്ടല്ലോ, ഈ സ്ത്രൈണതകളുടെ കുറച്ചു ഭാഗങ്ങൾ കുറയുകയും ഇത് കുട്ടികളിലേക്ക് പകർന്നു കിട്ടുകയും കുട്ടികളും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഹോൾ സിസ്റ്റമായിട്ട് ഇത് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് സിസ്റ്റത്തില് ഇത് ബാലൻസ് ചെയ്തു. ഈ ബാലൻസിൽ നിൽക്കുമ്പോഴാണ് കുടുംബം റെഗുലേറ്റ് ചെയ്തു പോകുന്നത്. ഒരു ഫാമിലി ഞാൻ അതിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ കുറച്ചുകൂടെ ശ്രമിക്കട്ടെ. ഒരു ഫാമിലി ഏറ്റവും റെഗുലേറ്റഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്: ഫാമിലിയുടെ തുലനത നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക. അത് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആവും. ഫാമിലിക്ക് പൊതുധർമ്മം ഉണ്ടാക്കുക. ഫാമിലി എന്ന് പറയുന്നത് വൈകുന്നേരം വന്ന് കൂടാനുള്ള ഒരു കൂടാരമല്ല, നമ്മുടെ ബാധ്യതകളെ ഒരുമിച്ച് തീർക്കാനുള്ള കൂടാരമല്ല, ഇണചേരാനുള്ള സ്പേസ് അല്ല എന്നതിന് പകരം ഈ ഫാമിലി എന്നുള്ളത് ഈ കുലത്തിൽ ഉണ്ടായിട്ടുള്ളതിന് ഒരു ധർമ്മം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ഫാമിലിയുടെ ധർമ്മം നിങ്ങൾ കണ്ടെത്തണം. ആ കുലധർമ്മം എന്തെന്ന് കണ്ടെത്തി, മനുഷ്യകുലത്തിനോടുള്ള ധർമ്മമാണ്, ആ ധർമ്മം എന്ന് കണ്ടെത്തി ആ ധർമ്മം നടപ്പിലാക്കാൻ നിങ്ങൾ ഒരുമിച്ച് നീങ്ങും. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകുന്നു, ഒരാൾ ആ വഴിക്ക് പോകുന്നു രാവിലെ ചെയ്തിട്ട്, മറ്റൊരാൾ ഈ വഴിക്ക് പോകുന്നു. ഈ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി, രണ്ട് ശമ്പളം വാങ്ങിച്ച്, രണ്ട് ബാങ്ക് അക്കൗണ്ടിലിട്ട്, രണ്ട് മൊബൈലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, രണ്ട് വാഹനങ്ങളിൽ സഞ്ചരിച്ച് വൈകുന്നേരം ഒത്തുകൂടുമ്പോൾ നിങ്ങളുടെ രണ്ട് വ്യക്തികളുടെ ഏകോപനം മാത്രമാണ്. നിങ്ങൾക്കൊരു പൊതുധർമ്മം ഉണ്ടാകുന്ന സമയത്ത് ഈ പൊതുധർമ്മത്തിന് വേണ്ടി നിങ്ങൾ ഏതൊക്കെ വഴി പോയാലും ഈ പൊതുധർമ്മം എന്നുള്ളത് നിങ്ങളെ ഇണയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു കോമൺ നീഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു സത്തയായിട്ട് മാറും. പ്രകൃതിയുടെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള സത്തയായിട്ട് നിങ്ങളുടെ കുടുംബം മുൻപോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ എക്സിസ്റ്റൻസ് എന്നുള്ളത്, ആ കുടുംബം പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്,
നിങ്ങളുടെ ആവശ്യമല്ല, അത് പ്രകൃതിയുടെ ആവശ്യമായിട്ട് വരും. പ്രകൃതി അതിനെ പ്രൊട്ടക്ട് ചെയ്തോളും. അവിടെ പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ പരസ്പരമുള്ള വിനിമയമാണ്. ഒരു കുടുംബമുണ്ടെങ്കിൽ കുടുംബത്തിലെ ആളുകൾ തമ്മിലുള്ള പരസ്പരമുള്ള വിനിമയമാണ്. ഞാനൊരു ക്വസ്റ്റ്നെയർ ഇപ്പൊ തരാം. അത് തന്നു കഴിയുമ്പോൾ നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ പറ്റും. നമുക്കിടയിലുള്ള ആ ഒരു ഇണക്കം എന്നുള്ള സംഭവത്തിന്റെ ഒരു അളവ് നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ പരസ്പര പൂരകങ്ങളായി നിൽക്കാനുള്ള ആ ഒരു വിനിമയം നമുക്ക് ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ശരിയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു പ്രധാന വിഷയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരാൾ ചെയ്യുന്ന കാര്യം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ ചെയ്യുന്ന കാര്യത്തെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റണം. ഒരാൾ ചെയ്തു പോകുമ്പോൾ അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ തടസ്സം നിൽക്കുന്നതിന് പകരം അതിനെ ഇംപ്രവൈസ് ചെയ്ത് പോകാൻ എനിക്ക് കഴിയും. ഞാൻ ഏതൊരവസ്ഥയും എനിക്ക് റെഗുലേറ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെയുള്ള ചില കഴിവുകളിലൂടെയാണ് നമ്മൾ ഈ ദാമ്പത്യത്തിന്റെ ശുഭകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടായ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഫാമിലി എന്നുള്ളതിന് പകരം ഫാമിലി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ടിഷ്യൂ ആയിട്ട് കണക്കാക്കിയാൽ ആ ടിഷ്യൂവിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായതുപോലും ആ ഫാമിലിക്ക് വേണ്ടിയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ രൂപീകരണം പോലും അത് ഈ ഞാൻ പറഞ്ഞ പോലെ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആണ്. നമുക്ക് കാലത്തെ തിരിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് ഉണ്ടാവുക. ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഈ രൂപത്തിലുള്ള ഒഴുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അവിടെ ഹൈറാർക്കിയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരാൾ അധിപനും മറ്റേയാൾ അടിമയുമാകുന്ന ഒരു വ്യവസ്ഥയല്ല ഉള്ളത്. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. രണ്ടുപേരും സമമാകുന്ന ഒരവസ്ഥയും അല്ല ഉള്ളത്. അങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേരും കുടുംബത്തിനകത്ത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ സ്ത്രൈണതയുള്ള ആളും പൗരുഷമുള്ള ആളും സമത്തിലാവുക എന്നുള്ള അവസ്ഥയും അതും ഉണ്ടാവില്ല. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രവർത്തിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. അത് സിമെട്രിക്കലാണ്. പരസ്പര പൂരകങ്ങളായി ഒരു പൊതുധർമ്മത്തിന് വേണ്ടി പൊതുവായ ഒരു പ്രവർത്തനം, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ആ ഗുണങ്ങളോട് കൂടിയവയെ ഒത്തുചേർത്തുകൊണ്ടാണ് പ്രകൃതി ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവുക. ഒരിക്കലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെയോ ഒരു കല്യാണ ബ്യൂറോയുടെയോ ഭാഗമായിട്ട് അവരുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായതല്ല നിങ്ങളുടെ ഫാമിലി. ഇറ്റ് ഈസ് പ്യൂർലി എ ക്രിയേഷൻ ഓഫ് ദ നേച്ചർ. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ തലയിലിടാം. ഞാനത് നേച്ചറിന്റെ ഒരു വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കുന്നു. അത് ആ പ്രവർത്തനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു സംവിധാനം. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ എത്രയോ കല്യാണങ്ങൾ എല്ലാം ശരിയായി വന്നിട്ട് അവസാന നിമിഷം തെറ്റിപ്പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും അല്ല, നല്ലതായിരിക്കണം എന്ന് കരുതി നമ്മൾ ഒത്തുകൊണ്ടുവന്നിട്ട് അവസാനം ഒത്തുകൂടിയ ശേഷം സർവത്ര പുലിവാലാകുന്നത് കണ്ടിട്ടുണ്ടാവും. അതുണ്ടാകുന്നത് പ്രകൃതിയുടെ ഒരു നിർദ്ധാരണത്തിന്റെ ഭാഗമായിരുന്നു മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അവിടെ ഈ സത്തകളുടെ സ്ത്രൈണതയും ഈ കുടുംബം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സമയത്ത് അതിലെ രണ്ട് വ്യക്തികൾ അവരുടെ സ്ത്രൈണതയും പൗരുഷത്തെയും കുറിച്ച് അറിയണം. അവർക്കുണ്ടാവുന്ന ഗുണങ്ങൾ, അവർക്കുണ്ടാവുന്ന ആട്രിബ്യൂട്ട്സ്, ഈ അവരുടെ പ്രധാനമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുടെ ജീവിതധർമ്മം, അവർക്കുണ്ടാവുന്ന പൊതുധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. പൊതുധർമ്മം ഇല്ലാതെ നിങ്ങൾ ഫാമിലി എന്നുള്ള സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ പ്രഷർ നിൽക്കുന്നതോടുകൂടി, സോഷ്യൽ പ്രഷറിന് നിങ്ങളുടെ മുകളിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ വരുന്നതോടുകൂടി ഇതിന്റെ ആ സുരക്ഷ അങ്ങ് നഷ്ടമാകും. ഫാമിലി നിങ്ങളുടെ മുകളിൽ ഒരു പ്രഷർ ചെലുത്തുന്നു, അവർ ചെലുത്തുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ വീട്ടുകാര് എന്നെ സഹായിച്ചിട്ടുണ്ട്, മറ്റവരും സഹായിച്ചിട്ടുണ്ട്, അവരെല്ലാം നോക്കിയിട്ടുണ്ട്, അവരുടെ അഭിമാനം എന്ന പേരിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് പോകും. ഇത് ഏത് കാലത്തും അതങ്ങനെ നിൽക്കില്ല. അത് പോകുന്ന സമയത്ത് ഈ ഫാമിലി ഡിസോൾവ് ആയി പോകും. പകരം പൊതുധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക, പൊതുധർമ്മത്തിലേക്ക് ഒരുമിച്ച് നീങ്ങാനുള്ള വഴികൾ കണ്ടെത്തുക. ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയെ ഏറ്റവും രസകരമായ സംവിധാനമാക്കി മാറ്റാൻ കഴിയും. അതിന് ചില പ്രാക്ടീസുകൾ ഉണ്ട്. അതാണ് ശുഭദാമ്പത്യം എന്നുള്ള പരിപാടിയിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അതിന്റെ കൂടെയും യാത്ര ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഒരു നോട്ട് പുസ്തകമോ പേനയോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതങ്ങനെയല്ല എങ്കിൽ പോലും, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കയ്യിൽ ഇല്ല എങ്കിൽ പോലും വിരലുകൾ കൊണ്ട് കൂട്ടാവുന്നതാണ്. അപ്പോ എന്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഹൗ ഓഫൻ ഡു ഫാമിലി മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് ഓണസ്റ്റ്ലി വിത്ത് ഈച്ച് അതർ?
നിങ്ങളുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് എല്ലാവരും തമ്മില് ഹൃദയം തുറന്ന് സത്യസന്ധമായി എത്രത്തോളം വിനിമയം ചെയ്യാറുണ്ട്? 4 ഉത്തരങ്ങളാണ്. റെയർലി ഓർ നെവർ, ഒരിക്കലുമില്ല അല്ലെങ്കിൽ വല്ലപ്പോഴുമാണ്. രണ്ടാമത്തത് സാന്ദർഭികമാണ്. മൂന്നാമത്തത് സ്ഥിരമാണ്. നാലാമത്തത് എപ്പോഴുമാണ്. ഈ ഒന്നാമത്തേത് എന്ന് ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, ഒന്നാമത്തത് റെയർലി ഉണ്ടാവുന്നില്ല, രണ്ടാമത് വല്ലപ്പോഴും, മൂന്നാമത് സ്ഥിരമായിട്ട്, നാലാമത് എപ്പോഴും. അപ്പോ ഒന്നാമത്തേതാണെങ്കിൽ 1 മാർക്ക് കൂട്ടുക, രണ്ടാമത്തേതാണെങ്കിൽ 2 മാർക്ക് കൂട്ടുക, മൂന്നാമത്തേതാണെങ്കിൽ 3 മാർക്ക് കൂട്ടുക, നാലാമത്തേതാണെങ്കിൽ 4 മാർക്ക് കൂട്ടുക. ഓക്കെ, കൂട്ടിയോ? വിരലിൽ കൂട്ടിയാ മതി. അതെ 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 അതെ, റെയർലി ഒന്നാമത്തെ അല്ലേ സന്തോഷ് ഏട്ടാ പറഞ്ഞേ? റെയർലി ഒന്നാമത്തെ, രണ്ടാമത്തെ വല്ലപ്പോഴും, പിന്നെ മൂന്നാമത്തെ സാന്ദർഭികം, നാലാമത്തെ എപ്പോഴും. അങ്ങനെയാ പറഞ്ഞത്. ഒരു മിനിറ്റ്. ഇപ്പോഴോ ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? How often do family members communicate openly and honestly with each other? Rarely or never ഒന്നാമത്തേത്, ഒക്കേഷണലി രണ്ടാമത്തേത്, റെഗുലർലി മൂന്നാമത്തേത്, ഓൾവേസ് നാലാമത്തേത്. നാലാമത്തെ ആണെങ്കിൽ 4 മാർക്ക്. ഓക്കെ, ഒന്നാമത്തെ ഉത്തരമായോ? അധികം ആലോചിക്കണ്ട, സത്യസന്ധമായിട്ട് മറുപടി പറയൂ കേട്ടോ. രണ്ടാമത്തേത്, how do you rate the level of trust and respect among family members? നിങ്ങൾ അന്യോന്യം ട്രസ്റ്റ് ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്നതിന്റെയും അളവ്. വെരി ലോ. അവിടെ വഫയും ഹസ്ബൻഡും ഉണ്ടല്ലോ, രണ്ടുപേരും 2 ആയിട്ട് എഴുതണേ. അപ്പൊ മാർക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വെരി ലോ, ലോ, മോഡറേറ്റ് ആൻഡ് ഹൈ. നിങ്ങൾ അന്യോന്യം ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ, റെസ്പെക്ട് ചെയ്യുന്നതിന്റെയും അളവ്. ഓക്കെ, മൂന്നാമത്തേത്, ആർ കോൺഫ്ലിക്ട്സ് റിസോൾവ്ഡ് പീസ്ഫുള്ളി ആൻഡ് റെസ്പെക്ട്ഫുള്ളി ഇൻ യുവർ ഫാമിലി? Are conflicts resolved peacefully and respectfully in the family? ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് റെസ്പെക്റ്റോട് കൂടിയും സമാധാനപരമായിട്ട് സോൾവ് ചെയ്യപ്പെടാറുണ്ടോ കുടുംബത്തിനകത്ത്? നെവർ 1, റെയർലി 2, സംടൈംസ് 3, ഓഫൺ സ്ഥിരമായിട്ട്. ഈ 1 ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് 1 വരുന്നത്. അത് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോ അത് ക്ഷമിക്കാം. 3 ആയി കഴിഞ്ഞല്ലോ അല്ലെ? നാലാമത്തേത്, ഡു ഫാമിലി മെമ്പേഴ്സ് ആക്റ്റീവ്ലി ലിസൺ ടു ഈച്ച് അതർ വിത്തൗട്ട് ഇന്ററപ്റ്റിംഗ്? ഒരാൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അയാൾ പറയുന്നതിന് മുടക്കാതെ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാറുണ്ടോ? റയർലി ഓർ നെവർ, ഒക്കേഷണലി, മോസ്റ്റ് ഓഫ് ദ ടൈം, ഓൾവേസ്. ഒരാൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് മുഴുവൻ കേട്ടിരിക്കാതെ ഉടനെ തന്നെ മറുപടി പറയുന്നത്, റിയാക്ട് ചെയ്ത് മറുപടി പറയുന്ന സ്വഭാവമാണ് ഉള്ളത്. ഡു ഫാമിലി മെമ്പേഴ്സ് ആക്റ്റീവ്ലി ലിസൺ? അതാണ്, ആക്റ്റീവ്ലി ലിസൺ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരാളെ മുടക്കാതെ നിങ്ങൾ ലിസൺ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് പരസ്പരം ചെയ്യാറുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യമല്ല കേട്ടോ, ഫാമിലി മെമ്പേഴ്സിനെ മൊത്തത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത്, how often family members express appreciation for each other's contributions? ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് ചെയ്ത കാര്യത്തിന് വേണ്ടുന്ന അപ്രീസിയേഷൻ കൊടുക്കാറുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് വേണ്ട കേട്ടോ, നിങ്ങൾ അവിടെ മാർക്ക് ഇട്ടാൽ മതി. ഒന്നാമത്തേതാണെങ്കിൽ എ എന്നുള്ളതാണെങ്കിൽ 1 മാർക്ക്, ബി എന്നുള്ളതാണെങ്കിൽ 2 മാർക്ക്, സി ആണെങ്കിൽ 3 മാർക്ക്, ഡി ആണെങ്കിൽ 4 മാർക്ക്. How often do family members express appreciation for each other's contribution? Rarely or never. ഒരാൾ ഒരു കാര്യം ചെയ്തു, നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ 1, വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ 2,
സ്ഥിരമായിട്ടാണെങ്കിൽ 3, എപ്പോഴും ആണെങ്കിൽ 4. ഓക്കെ, അടുത്തത് 6-ാമത്തേതാണ്. ആർ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ഫെയർലി അമംഗ് ഫാമിലി മെമ്പേഴ്സ്? വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട്, കൃത്യമായിട്ടല്ല ഭംഗിയായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ? കുടുംബത്തിന്റെ ഇടയിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ കൃത്യമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ? നോട്ട് അറ്റ് ഓൾ, ഇല്ല. യുണീക്ലി, മോഡറേറ്റ്ലി, ഈക്വലി. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യുണീക്ലി എന്ന് പറയും. മോഡറേറ്റ്ലി എന്ന് വെച്ചാൽ ഒരുവിധം ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നു. ഈക്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുമ്പോഴും അത് ഓരോരുത്തർക്കും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. 7-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഓഫൻ ഡു ഫാമിലി മെമ്പേഴ്സ് സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്? ടിവിയും മൊബൈൽ ഫോണും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ക്വാളിറ്റിയിൽ സമയം ഒരുമിച്ചിരിക്കാൻ നിങ്ങൾ എത്ര സമയം ചെലവാക്കുന്നുണ്ട്? അങ്ങനെ ചെലവാക്കുന്നുണ്ടോ? റെയർലി ഓർ നെവർ ആണെങ്കിൽ 1 മാർക്ക്, ഒക്കേഷണലി ആണെങ്കിൽ 2 മാർക്ക്, റെഗുലർലി ആണെങ്കിൽ 3 മാർക്ക്, ഓൾവേസ് ആണെങ്കിൽ 4 മാർക്ക്. ക്വാളിറ്റി ടൈം നിങ്ങൾ ഒരുമിച്ച് ചെലവാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അടുത്തത് 8-ാമത്തെ ചോദ്യമാണ്. ഡു ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ഈച്ച് അതേഴ്സ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്? ഒരാൾക്കുണ്ടാവുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഒരാൾക്കുണ്ടാവുന്ന താല്പര്യം, നേരത്തെ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, അതുപോലെ ഒരാൾക്കുണ്ടാവുന്ന താല്പര്യം, ഒരാൾക്കുണ്ടാവുന്ന ഒരു ഇഷ്ടം, ഇതിനെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അതും ഇതുപോലെ തന്നെ റെയർലി ഓർ നെവർ, ഒക്കേഷണലി, മോസ്റ്റ് ഓഫ് ദി ടൈം, ഓൾവേസ്. ഒരാൾക്കുണ്ടാവുന്ന താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അതിനെ മറ്റേയാൾ പിന്തുണയ്ക്കാറുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഇനി 9-ാമത്തെ ചോദ്യം. ഹൗ വുഡ് യു റേറ്റ് ദ ഓവറോൾ അറ്റ്മോസ്ഫിയർ ആൻഡ് മൂഡ് ഇൻ യുവർ ഹൗസ് ഹോൾഡ്? വീട്ടിനകത്തെ ഒരു ഒരു വൈകാരിക അവസ്ഥയുണ്ടല്ലോ, ആ വൈകാരിക അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്ന് നെഗറ്റീവായിട്ട്, വീടിന്റെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ഏതാണ്ട് നെഗറ്റീവ് ആണെന്ന് പറയുന്നതാണ് 2-ാമത്തേത്. 3-ാമത്തേത് ന്യൂട്രൽ ആണ്, കൂടുതലും ഇല്ല കുറവും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ. 4-ാമത്തേത് പോസിറ്റീവ് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇനി 5-ാമത്തേത്, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ലെവൽ ഓഫ് ഹാർമണി ആൻഡ് ക്ലോസ്നെസ് ഇൻ യുവർ ഫാമിലി? വീട്ടിനകത്തുള്ള ആളുകൾ എല്ലാവരും തമ്മിലുള്ള ആ ഒരു ക്ലോസ്നെസ് ആൻഡ് ഹാർമണി ഉണ്ടല്ലോ, എല്ലാവരും തമ്മിലുള്ള ചേർച്ച, എല്ലാവരും തമ്മിലുള്ള അടുപ്പം, ആ കാര്യത്തില് നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. ഒരു പോയിന്റ് കിട്ടും അതില്. വെരി സാറ്റിസ്ഫൈഡ് എന്നുള്ളത് ഉണ്ട്, അത് വന്നില്ല, ഇനി ഇന്നുകൂടെ അയക്കാതെ. വന്നിട്ടുണ്ടോ? എനിക്കിവിടെ കാണുന്നില്ല, എന്തോ ഒരു പ്രശ്നം. ഓക്കെ. അപ്പൊ ഇതാണ് 10-ാമത്തെ ചോദ്യം. നമ്മള് സമയപരിമിതി കൊണ്ട് 10 ചോദ്യങ്ങളെ ഞാൻ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കുണ്ടായ മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേക്ക്. നാട്ടുകാർ കാണുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, എല്ലാവർക്കും ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. എന്താണ് ഇവിടെ എനിക്ക് തോമസ് ഏട്ടനെ ഒഴികെ ബാക്കി എല്ലാരും പേഴ്സണലി അറിയാം. അതുകൊണ്ട് അത് കണ്ടിട്ട് കണക്കാക്കൊന്നും വേണ്ട. 27, 21 വരട്ടെ. ഗായത്രിയാണ് ടോപ്പ് സ്കോർ. ഓക്കെ, ഓക്കെ, സാൽട്ടോ.
രാജമോഹൻ ചേട്ടാ മറ്റേ ടോട്ടൽ എഴുതണം. ആവറേജ് രണ്ടുപേരുടെ കൂടെ രണ്ടുപേരുടെ സെപ്പറേറ്റ് എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെ ഈ 0.5 വന്നത്? രാജ്മോഹൻ ചേട്ടന്റെ ഫുൾ ആയിട്ട് വേണേ. കണ്ണൻ എഴുതിയിട്ടില്ല. കേൾക്കുന്നില്ല കേട്ടോ. ഇല്ല, കേൾക്കുന്നില്ല, ശബ്ദമില്ല. കേൾക്കുന്നില്ല. അവിടെ മൈക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. മൈക്കിന്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കൂ. ഇപ്പൊ കേക്കാം. അതെന്താ ചിലത് ഈ 2 ആണോ 3 ആണോ 1 ആണോ 2 ആണോ എന്നൊരു കൺഫ്യൂഷനിലൊക്കെ ഞാൻ 0.5 ചേർത്തിട്ടു. സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ഓക്കെ. എന്തായാലും അയാസിന് 25 ആണ്. അത് നിങ്ങൾ ഇരുന്ന് ഒന്ന് സംസാരിക്കണം. ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻ അയച്ചു തരാം. ഒരിക്കൽ കൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട്. ഇത് വെറും ഒരു ചോദ്യമല്ല കേട്ടോ. ഈ ചോദ്യത്തിൽ മാർക്ക് കുറയുന്നതിന്റെ മാർക്ക് കൂട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഓക്കെ, അതിലേക്ക് എത്തണം നമ്മള്. അത് പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം അതിന് ഒരു ഗുണമുണ്ടാവും. ഓക്കെ, ഈ മറ്റേ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് ആഷിക്കിന്റെ 50. ഇതിൽ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയാലും 40 മാർക്കേ വരുള്ളൂ. അതിൽ 50 വന്നത് പെട്ടിക്ക് പുറത്താണ്. ആഷിക്ക് ഓക്കെ. അപ്പോ ജിസൽ 21. ഓക്കെ, ടോപ്പ് സ്കോറർ രാജേന്ദ്രേട്ടനാണ്. അത് പിന്നെ അങ്ങനെ വരും. ഓക്കെ, പിന്നെ ആഷിക്ക് അങ്ങനെ മറ്റേ ഫസ്റ്റ് വരാമെന്ന് ചിന്തിച്ചു, പക്ഷെ നടക്കുന്നില്ല, ശരിയാവില്ല. ഒന്നുകൂടെ പരിശോധിക്കുക ആഷിക്. ഞാൻ ടോട്ടൽ രണ്ടുപേരുടെയും കൂടെ ആവും, ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. 50% രീതിയില് 50 നൽകിയതാ. അങ്ങനെ 25 ഒപ്പോ. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻ അയച്ചു തരാം. ഇതിന്റെ സ്കോർ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അതായത് 10 മുതൽ 10 ആർക്കും വന്നിട്ടില്ല. 10 മുതൽ 20 പോയിന്റ്സ് ആണെങ്കിൽ ലോ ഫാമിലി ഹാർമണി കുറവാണ്. there may be significant areas for improvement in communication, trust and cooperation within your family. എന്താണെങ്കിലും ഒളിമ്പസിന്റെ ഒരു പരിപാടിക്ക് വരുന്ന ആളുകൾ 20-ൽ താഴെ പോകാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ 21 മുതൽ 30 വരെയുള്ള പോയിന്റ്സ് ആണ് മോഡറേറ്റ് ഫാമിലി ഹാർമണി. ദർ ആർ സം പോസിറ്റീവ് ആസ്പെക്ട്സ്, ബട്ട് ദർ ഈസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ സർട്ടൻ ഏരിയാസ് ടു സ്ട്രെങ്തൻ ഫാമിലി ബോണ്ട്സ്. നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഫാമിലി ബോണ്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. 31 to 40 പോയിന്റ്സ് ആണെങ്കിൽ ഹൈ ഫാമിലി ഹാർമണി. യുവർ ഫാമിലി ഡെമോൺസ്ട്രേറ്റ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, കോൺട്രിബ്യൂട്ടിംഗ് ടു ഹാർമോണിയസ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നമ്മുടേത്. ആ പാരിസ്ഥിതികമായ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ആ ഒരു കാര്യം. അപ്പൊ 31-ന്റെ മുകളിലുള്ളവർക്ക് പ്രത്യേകിച്ച് തലമണ്ണാക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ എവിടെയൊക്കെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് നോക്കുക. മാർക്ക് കുറഞ്ഞ ഇടം വെച്ചിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തന്നേക്കാം. അതിനനുസരിച്ച് നമുക്കൊന്ന് നിരീക്ഷിക്കാം. അപ്പൊ എനിക്ക് പറഞ്ഞവസാനിപ്പിക്കാനുള്ള കാര്യം ഇതാണ്. നമുക്ക് നമ്മുടെ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഫാമിലി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു സിമെട്രിക്കൽ സിസ്റ്റം ആണ്. അത് നമുക്ക് അറിയാമല്ലോ. ഫാമിലി എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ സിസ്റ്റം ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു, അതൊരു ഹൈറാർക്കിയൽ വ്യവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഒരാൾ അടിമ, ഒരാൾ ഉടമ എന്നുള്ള രീതിയിൽ കണക്കാക്കരുത്. മാത്രമല്ല രണ്ടും സമമാണെന്നും ഗണിക്കരുത്. രണ്ടിടത്തും നമ്മുടെ ബാലൻസ് പോകും. ഇതൊരു സിമെട്രിക്കൽ സിസ്റ്റം ആണ്. മ്യൂച്വലി കോൺട്രിബ്യൂട്ടിംഗ് ആണിത്. മ്യൂച്വലി കോൺട്രിബ്യൂട്ടിംഗ് ആണെന്ന് മനസ്സിലാക്കണം. അത് അക്സെപ്റ്റ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അതില് ഓരോരുത്തർക്കും ഓരോ റോളാണ്. ഇപ്പൊ പാചകം ചെയ്യുന്ന ഒരാളുടെ റോളാണെങ്കിൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊരാളുടെ റോളാണെന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം.
ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെടുന്നു, ഒരാൾ പറഞ്ഞു ഞാൻ വെളിയിൽ പോയി കഷ്ടപ്പെടുന്നു, നീ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. ഒരു വീട് നടത്തി നോക്കണം, വെറുതെ ഇരിക്കുകയാണോ എന്നുള്ളത് അറിയണമെങ്കിൽ. വീട് നടത്തി നോക്കിയാൽ വീട് നടത്തുന്നവരെ പോലെ പണി വേറൊരു പണിയും ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോ ഇത് മ്യൂച്വലി കോൺട്രിബ്യൂട്ടിങ് ആക്കണം. ഡൈവേഴ്സിറ്റിയാണ് ശരിക്കും ഫാമിലിയിലെ രണ്ട് മുഖങ്ങൾ, രണ്ട് വശങ്ങൾ. ആ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് കോമ്പിനേഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റിയാണ്. ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫെമിനിറ്റിയിൽ എന്ത് കുറവുണ്ടോ അത് മസ്കുലിനിറ്റിയിൽ കൂടുതലുണ്ടാവും. മസ്കുലിനിറ്റിയിൽ എന്ത് കുറവുണ്ടോ അത് ഫെമിനിറ്റിയിൽ കൂടുതലായിരിക്കും. മസ്കുലിനിറ്റി എന്ന് പറയുന്നത് കുറച്ച് റിജിഡ് ആയിരിക്കും, കാര്യങ്ങളെ ലോജിക്കലി അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. ഫെമിനിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമോഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും, കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ ഇവ തമ്മിലുള്ള മ്യൂച്വാലിറ്റിയിലാണ് ഒരു ഫാമിലി ഉണ്ടാവുക. അത് പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള ഒരു മ്യൂച്വാലിറ്റി പോലും അങ്ങനെയാണ്. പിന്നെ മനസ്സിലാക്കുക, സ്ത്രീയുടെയും പുരുഷന്റെയും ഫിസിയോളജിക്കൽ ആൻഡ് മെന്റൽ ഡിഫറൻസസ് മനസ്സിലാക്കുക. രണ്ടും രണ്ടാണ്, രണ്ട് തരത്തിലാണ്, രണ്ട് അവസ്ഥയിലാണ്, രണ്ടും രണ്ട് രീതിയിലേ പ്രവർത്തിക്കൂ. എന്നെ പോലെ നീ ആകണമെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെട്ടാൽ ഒരിക്കലും അത് സാധ്യമാവില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷണൽ ഡിഫറൻസസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അത് കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്കാകണം. ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് അയാൾക്ക് എത്താൻ പറ്റാത്തടുത്ത് കോംപ്ലിമെന്റ് ചെയ്യാനാവണം, നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനാകണം, ഒരുമിച്ച് പ്രവർത്തിക്കാനാകണം, ഒരുമിച്ചായിരിക്കണം പ്രവർത്തനം. പ്രവർത്തനം വെച്ചാൽ തോളോട് തോള് കൈ ചേർത്തിട്ട് രണ്ടുപേർക്കും ഒരേപോലെ പാട്ടും പാടി നൃത്തം ചെയ്ത് പോവാന്നുള്ളതല്ല. ഒരാൾ ചെയ്യുന്നതിന്റെ തുടർച്ചയായിട്ട് മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് അത് ഇംപ്രവൈസേഷൻ ആവുക. അങ്ങനെ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകും. ഒരുമിച്ച് ഒരു ധർമ്മം ഉണ്ടാവണം, ഒരു പൊതുധർമ്മം ഫാമിലിക്ക് ഉണ്ടാവണം. പൊതുധർമ്മമില്ലാതെ രണ്ടുപേർക്കും രണ്ട് ധർമ്മമാണെങ്കിൽ അധികം വിചാരിക്കേണ്ട, അധികം വൈകാതെ അത് അടിച്ചു പിരിയും. പൊതുധർമ്മം ഉണ്ടായിരിക്കണം. ആ പൊതുധർമ്മത്തിന്റെ ശക്തി, വലിപ്പം, ആഴം, സാന്ദ്രത എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം അത് വികസിച്ചു വരികയും ചെയ്യും. പിന്നെ ഇതെല്ലാം നന്നാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഹാർമണി നന്നാവണം. അതിനൊരുമിച്ചിരിക്കാൻ പറ്റണം, പരസ്പരം സ്വീകരിക്കാൻ പറ്റണം, പരസ്പരം സമ്മതിക്കാൻ പറ്റണം, പരസ്പരം ആദരിക്കാൻ പറ്റണം, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റണം, പരസ്പരം വേണമെന്നുള്ള തോന്നൽ ഉണ്ടാവണം. ഒരുമിച്ചായിരിക്കാനുള്ള സമയം നിങ്ങൾ ടിവിക്കോ മൊബൈലിനോ സൗഹൃദങ്ങൾക്കോ തൊഴിലിനോ മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ഫാമിലി എന്നുള്ളത് ഡിസിന്റഗ്രേറ്റ് ചെയ്യപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കുക, ഫാമിലി എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഷെഡ് ചെയ്യാനുള്ള ഒരു താൽക്കാലിക ഇടമല്ല ഫാമിലി. അത് പ്രകൃതിയുടെ ധർമ്മം നിർവഹിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങൾ. അല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫാമിലി എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത്. ഉണ്ടായാൽ ആ ഫാമിലി നിലനിൽക്കില്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു ശുഭകരമായ ഒരു കുടുംബാവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ, അതിന്റെ പരിശീലനത്തിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പരിശീലനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ശുഭദാമ്പത്യം എന്നുള്ള കോഴ്സ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങളുടെ നിരൂപണങ്ങളിലേക്കും ചോദ്യോത്തരങ്ങളിലേക്കും കടക്കാം. നന്ദി, നമസ്കാരം.